ഇനി വീണ്ടും നമ്മൾ മധുരയിലെ സമ്മേളന വേദിയിലേക്ക് CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ബൃന്ദ കാരാട്ട് അടക്കമുള്ളവരെ, പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ, MA ബേബി, അങ്ങനെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാവരും, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെല്ലാം നിരന്നു നിൽക്കുന്നുണ്ട്. അവരിപ്പോൾ പതാക ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും സമ്മേളന നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടും തുടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമ്മേളന വേദിയിലേക്ക് അവരെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർ സമ്മേളനം ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തിക്കും തിരക്കുമാണ് എനിക്ക് അവിടെ ഈ സമ്മേളന വേദിയിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റഡിയായിട്ടൊരു ഫ്രെയിം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. എല്ലാവരും, എല്ലാ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ അവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. സമഗ്രമായ റിപ്പോർട്ടിംഗാണ് എല്ലാവരും നടത്തുന്നതും. പാർട്ടി കോൺഗ്രസ് വേദിയിൽ വളരെ നിർണായകമായ ഒരു കാലത്ത് നിർണായകമായ ഒരു പാർട്ടി കോൺഗ്രസ് എന്ന് തന്നെയാണ് CPIM ഇതിനെ വിലയിരുത്തുന്നത്. 3 സംസ്ഥാനങ്ങളിൽ മുമ്പ് അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടിയാണ്, 100 വർഷം പിന്നിടുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് പക്ഷേ ഇന്ത്യയിൽ അതിനൊപ്പിച്ചിട്ടുള്ള ഒരു വേര് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്ക് തന്നെയുണ്ട്. പുതിയ യുവാക്കളെ സംഘടനയിലേക്ക്, പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിലയിരുത്തൽ ഇത്തവണത്തെ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ എന്തൊക്കെയാണ്, തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം തന്ത്രങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ സമ്മേളനത്തിൽ, ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാവും. MA ബേബി അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു പക്ഷേ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബി എത്തിയേക്കുമെന്നൊക്കെയുള്ള ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. MA ബേബി തന്നെ അത് നിഷേധിച്ചതാണ്. മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 7 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് പ്രായപരിധി കഴിഞ്ഞ് ഇത്തവണ ഒഴിവാകുന്നത്. അതിൽ 2 പേർ തുടരും. മണിക് സർക്കാരും പിണറായി വിജയനും തുടരും എന്നുള്ള സൂചനയും നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. മഹേഷ് ചന്ദ്രൻ ഇപ്പോൾ അവിടെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. മഹേഷ്, എല്ലാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. പതാക ഉയർത്തൽ വൈകാതെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, പതാക ഉയർത്തൽ എന്ന ചടങ്ങിലേക്ക് പോവുകയാണ്. മുതിർന്ന നേതാവ് ബിമൻ ബോസ് ആയിരിക്കും പതാക ഉയർത്തുക. പതാക ഉയർത്തലിന് വേണ്ടിയിട്ടും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കുമായിട്ട് പ്രതിനിധികൾ, പിണറായി വിജയൻ അടക്കമുള്ള പ്രതിനിധികളെല്ലാം തന്നെയും അവിടേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനും പതാക ഉയർത്തൽ നടക്കും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുക. ഈ പൊതുസമ്മേളനത്തിൽ ഉദ്ഘാടന സമ്മേളനം നിർവഹിക്കുന്നത് PB കോർഡിനേറ്റർ, പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ്. പ്രൊസീഡിംഗ് നിയന്ത്രിക്കുന്നത് ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരായിരിക്കും. അത്തരത്തിലേക്കുള്ള സമ്മേളനങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. CPIM-ന് 24ാം പാർട്ടി കോൺഗ്രസ് തന്നെയാണ് മധുര ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഹർഷൻ, പതാക അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വൈകാതെ പതാക ഉയർത്തലിലേക്ക് കടക്കും. ബിമൻ ബോസാണ് ഇപ്പോൾ പതാക ഉയർത്തുന്നതെന്നാണ് മഹേഷ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ പ്രവർത്തകരും, ഈ സമ്മേളന വേദിയിൽ എത്തിച്ചേർന്ന പ്രവർത്തകരും ഒപ്പം പ്രതിനിധികളും എല്ലാം അവിടേക്ക് എത്തിച്ചേർത്തിട്ടുണ്ട്. വലിയ തിരക്കും ഉണ്ട് അവിടെ. നമുക്ക് ദൃശ്യങ്ങളിൽ എല്ലാ നേതാക്കന്മാരെയും കാണാം. മഹേഷ്, ഇപ്പോൾ പതാക എത്തിച്ചിരിക്കുന്നത് വാസുകിയാണെന്ന് തോന്നുന്നു, അല്ലേ? പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും തമിഴ്നാട്ടിലെ നേതാവുമായ വാസുകിയാണ് പതാക കൊണ്ടുവന്നിരിക്കുന്നത്. പതാക കീഴ്വെൺമണി രക്തസാക്ഷി സ്മാരകത്തിൽ നിന്നുമാണ് ഈ പതാക യാത്ര ആരംഭിച്ചത്. ആ പതാക പ്രയാണമാണ് ഇപ്പോൾ ഇവിടെ സീതാറാം യെച്ചൂരി നഗറിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തമുക്കം ഗ്രൗണ്ടിലെ സീതാറാം യെച്ചൂരി നഗറിലാണ് പതാക ഉയർത്തുന്നത്. പതാക ഏറ്റുവാങ്ങുന്നത് മുതിർന്ന നേതാവ് AK പത്മനാഭനാണ്. AK പത്മനാഭൻ കൈമാറുന്ന പതാക മുതിർന്ന നേതാവ്, ബംഗാളിലെ നേതാവ് ബിമൻ ബസു പതാക ഉയർത്തും. അതോടുകൂടി CPIM-ന്റെ പാർട്ടി കോൺഗ്രസിന്റെ തുടക്കം കുറിക്കും. പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുകയാണ്. അല്പസമയത്തിനകം അർജുൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ധാരാളം ഈ പ്രതിനിധികൾക്കപ്പുറമുള്ള പ്രവർത്തകരും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും വലിയ സാന്നിധ്യം മധുരയിൽ വലിയ പാർട്ടിക്ക് സ്വാധീനമുള്ളത് വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ഒരു മധുരയിൽ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഇടത്ത് ഉണ്ട്. അല്പസമയത്തിനകം
പാർട്ടി കോൺഗ്രസിന് ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാകും. മുതിർന്ന നേതാവ് ബിമൻ ബസുവാണ് പതാക ഉയർത്തുക. പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കളൊക്കെ അണിനിരക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മണിക് സർക്കാർ ഉൾപ്പെടെയുള്ള സമുന്നതരായിട്ടുള്ള പ്രധാനപ്പെട്ട ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ബിമൻ ബസു പതാക ഉയർത്തും. സമ്മേളനം പ്രകാശ് കാരാട്ടായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. മണിക് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പ്രസീഡിയമാകും നടപടികൾ നിയന്ത്രിക്കുന്നത്. യെച്ചൂരിയുടെ അഭാവത്തിൽ നേതാക്കളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു ജനറൽ സെക്രട്ടറി അഭാവം പാർട്ടിക്ക് നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുക എന്നതാണ് ഈ പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം. ഒക്കെ മനസ്സിൽ യെച്ചൂരി ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ 2 ടേം പാർട്ടി നയിച്ച ആളായിരുന്നു ജനറൽ സെക്രട്ടറി യെച്ചൂരി. ഈ മുദ്രാവാക്യങ്ങളിലൊക്കെ യെച്ചൂരി അനുസ്മരിക്കുന്നതും നമുക്ക് കേൾക്കാൻ കഴിയും. എന്തായാലും അല്പസമയത്തിനകം തന്നെ പാർട്ടി കോൺഗ്രസിന് ഔദ്യോഗിക തുടക്കം ഉണ്ടാകും. രാഘവലു, മുതിർന്ന നേതാവായിട്ടുള്ള BV രാഘവലു സംഘടന റിപ്പോർട്ട് അവതരിപ്പിക്കും. രാഷ്ട്രീയ പ്രമേയവും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും പ്രകാശ് കാരാട്ടായിരിക്കും അവതരിപ്പിക്കും. കരട് രാഷ്ട്രീയ പ്രമേയം ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. എന്തായിരിക്കും പാർട്ടിയുടെ അടവ് നയം, BJP-യെ നേരിടുന്നത് ഏത് തരത്തിലാണെന്നത് ഉൾപ്പെടെ ഈ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കും. കോൺഗ്രസ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഒരു ധാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കാൻ പോവുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി ഇതുവരെ കാണാത്ത തരത്തിൽ സ്വാധീനം കുറഞ്ഞ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. 4 MP-മാർ മാത്രമുള്ള സമയമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടം. 4 പേർ മാത്രമാണ് ഇപ്പോൾ ലോക്സഭയിൽ പാർട്ടി MP-മാരായിട്ട് ഉള്ളത്. അങ്ങനെ സ്വാധീനം ഒരു തരത്തിൽ കുറഞ്ഞ ഒരു ഘട്ടത്തിൽ കൂടി പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. പാർട്ടിയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അജണ്ടയെന്ന് ഇതിനോടകം തന്നെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സ്വതന്ത്രമായി ശക്തിപ്പെടുക എന്നുള്ളതാണ് പ്രകാശ് കാരാട്ട് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച വാക്ക് തന്നെ. അതായത് പാർട്ടിയെ സ്വതന്ത്രമായി വളർത്തി പാർട്ടി സ്വാധീനം ജനങ്ങളിൽ വലുതാക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എങ്ങനെ ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കാം, എങ്ങനെ അടിസ്ഥാന വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നയപരിപാടികൾ രൂപീകരിക്കാമെന്ന് ഈ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും. അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള തുടക്കം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഈ പതാക ഉയർത്താൻ പോവുകയാണ്. ദീപശിഖ ഇന്നലെയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമ്മേളന നഗരിയിലേക്ക് എത്തിയത്. വിവിധ രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ദീപശിഖ ഇന്നലെ സമ്മേളന നഗരിയിൽ കൈമാറിയിരുന്നു. പതാക വഹിച്ചിട്ടുള്ള ദീപശിഖ പതാക പ്രയാണവും ഇപ്പോൾ സമ്മേളന നഗരിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മുതിർന്ന പാർട്ടിയുടെ നേതാവ് ബിമൻ ബസു ഈ പതാക ഉയർത്തിക്കൊണ്ട് പാർട്ടി കോൺഗ്രസിന് ഔദ്യോഗികമായ തുടക്കം കുറിക്കും. അതിനുശേഷം സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രകാശ് കാരാട്ട് നടത്തിയ സുദീർഘമായിട്ടുള്ള പ്രസംഗം ഉണ്ടായിരുന്നു. അതേറെ ശ്രദ്ധേയവുമാണ്. അതായത് ഈ ഫാഷിസവുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ എന്താണ് ഫാഷിസം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫാഷിസത്തെ നിർവചിക്കുന്നതെന്ന് വിശദമായി തന്നെ പ്രകാശ് കാരാട്ട് അന്ന് ഒരു ക്ലാസ് പോലെ സംസാരിച്ചിരുന്നു. അതൊക്കെ അദ്ദേഹം ഈ ഘട്ടത്തിലും വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് BJP-യുടേത് ഫാസിസ്റ്റ് സർക്കാരല്ല, ഫാസിസ്റ്റ് പ്രവണതകളുള്ള സർക്കാർ എന്നാണ് CPM വിശേഷിപ്പിക്കുന്നത്. അതിനെതിരായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോഴും പല കോണുകളിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് വിശദീകരിക്കും. പാർട്ടി നയം വിശദീകരിക്കും. ഔദ്യോഗികമായിട്ടുള്ള ഈ ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ്. പ്രകാശ് കാരാട്ട് സംസാരിക്കുക.
வழி இல்லாம இல்ல இல்ல வழி எந்த இருக்குல்ல ஓகே சார் ஓகே சார் ஐயா